ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഭീകരവാദത്തെയും വിഘടനവാദത്തെയും കോൺഗ്രസ് UPA സർക്കാരുകൾ താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ആരോപിച്ചു. സംസ്ഥാനത്തെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണകുമാർ. പ്രധാനമന്ത്രിമാരുടെ ചരിത്രമെടുത്തു നോക്കിയാൽ, അവർ ഭരിച്ച കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, കോൺഗ്രസിന് ഒരു മൃദു സമീപനമാണ് പാകിസ്ഥാനോടും അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളോടും ഉള്ളത്. 2004 മുതൽ 2014 വരെ ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്ത്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഈ രാജ്യം UPA സർക്കാർ ഭരിച്ച സമയത്ത് ഈ രാജ്യത്ത് നടന്ന ഭീകര ആക്രമണങ്ങളുടെ എണ്ണം 50-ലധികമാണ്. 1600-ലധികം ആളുകളാണ്, നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ബോംബ് സ്ഫോടനത്തിലും അതുപോലെ തന്നെ ഭീകര ആക്രമണങ്ങളിലും ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത്. UPA സർക്കാരിന്റെ കാലത്ത് 50-ലേറെ ഭീകരാക്രമണങ്ങളും 1500-ലേറെ മരണവും സംഭവിച്ചു. പാകിസ്ഥാന് തിരിച്ചടി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇടത് പാർട്ടികളിൽ ആശയക്കുഴപ്പം തുടരുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് എതിരായിട്ട് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടത്തിയ ഭീകരാക്രമണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്ന ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഈ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കാനുമുള്ള ധൈര്യം വന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, N. ഷൺമുഖൻ, ശശികുമാർ, സുമംഗല, ബിന്ദു, ബാബു വെണ്ണക്കര, പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.